ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം വിശുദ്ധ സഭാരാധനയായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് വീണ്ടും ഭാഗ്യപദവി ഒരുക്കി തന്നു. വന്നു ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യ പാസ്റ്റേഴ്സ്, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. വല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നു. ദുർഘടമായ പ്രതിസന്ധി നിറഞ്ഞതായ കാലഘട്ടം. ഇതിൻ്റെ നടുവിലും ദൈവം നമ്മെ ക്ഷേമത്തോടെ കാത്തു സൂക്ഷിക്കുന്നു. ആ നല്ല കർത്താവിന് പിന്നെയും എല്ലാ മഹത്വവും, പുകഴ്ചയും, ആരാധനയും അർപ്പിക്കുന്നു. വേഗത്തിൽ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. 105-ാം സങ്കീർത്തനം വലിയൊരു സങ്കീർത്തനമാണ്. എന്നാൽ അതിൻ്റെ 1 മുതൽ 20 വരെയാണ് നമ്മളിവിടെ വായിക്കുവാൻ ഇടയായി തീർന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ ആരെഴുതി എന്ന് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ വേദപഠിതാവിന് അറിയാം ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ സാധ്യത ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായം 8 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ അവിടെ വായിക്കേണ്ട. ആ ഭാഗത്ത് ഈ സങ്കീർത്തനത്തിലെ ആദ്യത്തെ 15 വാക്യങ്ങൾ തന്നെയാണ് ദാവീദ് അവിടെ പാടുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ന്യായമായി നമുക്ക് അനുമാനിക്കാം ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സങ്കീർത്തനം ഇസ്രായേൽ ജനതയുടെ ഒരു ചരിത്ര സംഗ്രഹമാണ്. ഈ സങ്കീർത്തനം മറ്റ് പല സങ്കീർത്തനങ്ങളും ഇസ്രായേൽ ജനതയുടെ ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഈ സങ്കീർത്തനം അവരുടെ താഴ്ച, അവരുടെ ആ ഉയർച്ച, ഇതെല്ലാം സംഗ്രഹിച്ച് നൽകി തന്നിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ഇതിൽ നിന്ന് നമുക്ക് തരുന്നൊരു സന്ദേശമുണ്ട്. ആമേൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നും താഴ്ചയുടെ, കഷ്ടതയുടെ, ഞെരുക്കത്തിൻ്റെ അനുഭവമല്ല, എന്നാൽ അതിനൊരു വിരാമം ദൈവം വെച്ചിട്ടുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. താഴ്ചയുടെ ആ അനുഭവത്തിലൂടെ എന്നും ദൈവജനത്തെ കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ഒരു ഉയർച്ചയുണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ മിസ്രൈമിലെ അടിമത്തം, അതിനൊരു വിരാമം ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. മാത്രമല്ല ജോസഫ്, ആമേൻ, തൻ്റെ കുണ്ടറവാസത്തിന് ഒരു വിരാമം. ഇങ്ങനെ അനേക സംഭവങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. നമുക്കറിയാം ജോസഫിൻ്റെ വിടുതലിൻ്റെ സമയമായപ്പോൾ 30-ാമത്തെ വയസ്സിൽ, അത് ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിലൊക്കെ ഉണ്ട്, ഫറവോൻ കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ആ ദേശത്ത് ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ വ്യാഖ്യാനിക്കുവാൻ ദൈവാത്മാവുള്ള ജോസഫിനെ പോലൊരു വേറൊരു മനുഷ്യൻ അവിടെ ഇല്ലായിരുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ദൈവം തൻ്റെ ദാസനിൽ കൂടെ അത് വ്യാഖ്യാനിച്ചു. 7 വർഷം അവിടെ ക്ഷാമമുണ്ടാകുന്നു. ആദ്യത്തെ 7 വർഷം സമൃദ്ധിയുടെ അനുഭവം. ആ സമൃദ്ധിയുടെ അനുഭവത്തിൽ പാണ്ഡികശാലകളെല്ലാം ദൈവത്തിൻ്റെ ദാസനായ യോസഫിൻ്റെ പ്രവചനപ്രകാരം ആ പാണ്ഡികശാലകൾ നിറഞ്ഞു. പിന്നെ സ്ഥലമില്ലാതെ വണ്ണം നിറഞ്ഞു. എന്നാൽ അടുത്ത 7 വർഷം ക്ഷാമം. അതാണ് ഈ സങ്കീർത്തനത്തിൽ തന്നെ കാണുന്നുണ്ട്. അപ്പം എന്ന കോല് ഒടിച്ചു കളഞ്ഞോ, ക്ഷാമം വരുത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് ദേശക്കാർ, ആമേൻ, അവിടെ വന്ന് ആഹാരം കൊള്ളുവാനൊക്കെ തൻ്റെ ദാസൻ്റെ ആ വ്യാഖ്യാനത്തോടെ, പ്രവചനത്തോടെ സംഭവങ്ങൾ നടന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? യോസഫിനെ ആ രാജ്യത്തിൻ്റെ മേലധികാരിയായി ദൈവം ഉയർത്തി. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ജനതയുടെ വിടുതല. നമുക്കറിയാം ചരിത്ര സംഭവങ്ങളൊക്കെ. ഇസ്രായേൽ ജനത്തിൻ്റെ ആ ജനതയുടെ ആ അനുഗ്രഹം, വിടുതലാണ് സ്വർഗത്തിലെ ദൈവം തൻ്റെ ആമേൻ ആ പരിജ്ഞാനത്താൽ, ആമേൻ, അവിടെ എല്ലാം നടന്നുകൊണ്ടിരുന്നത്. ആമേൻ. ജോസഫും സ്വപ്നം കണ്ടു ചെറുപ്പത്തില്, പൊട്ടക്കിണറ്റിലിട്ടു. ഇതെല്ലാം നമുക്കറിയാവുന്ന സംഭവങ്ങളാ. എന്നാൽ ദൈവത്തിൻ്റെ ഒരു സമയം വന്നപ്പോൾ, ആമേൻ, ഈ സങ്കീർത്തനത്തിൽ 20-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ, ഹല്ലേലൂയ, അവിടെ രാജാവ് ആളയച്ചു, അവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രമാക്കി. ഹല്ലേലൂയ. എന്നാൽ അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. എല്ലാത്തിനും ഒരു വിടുതലുണ്ട്, ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, സമയം തെറ്റുകയില്ല. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്?
ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ആമേൻ. സമയം തെറ്റുകയില്ല. ഒരു അനുഗ്രഹത്തിന്റെ കവാടം തുറക്കാൻ പോകുകയാ. ആ ഹല്ലേലൂയ. അത് ആമേൻ കയ്യെത്തും ദൂരത്ത് ദൈവാത്മാവ് കാണിക്കുന്നു. കയ്യെത്തും ദൂരത്താ. ഏറ്റെടുക്കണം. ആമേൻ. നിന്റെ കയ്യെത്തുന്ന ദൂരത്തെ ചില വിടുതലുകള് അത് സംഭവിക്കാൻ പോകുകയാ. അത് നടക്കും, നിശ്ചയമാണ്. ഓ, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. സമയം തെറ്റുകയില്ല. സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും, നിശ്ചയം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്: യെരൂശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനി നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. ഹല്ലേലൂയ. അവിടെ കാണുന്നു, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം സ്വർഗം അതേ കേട്ടിരിക്കുന്നു. ശബ്ദം കേട്ടിരിക്കുന്നു. നിശ്ചയമായും ദൈവം അത് അവൻ കരുണ തോന്നും. അടുത്ത വാക്യത്തിൽ കാണുന്നുണ്ട്: കഷ്ടത്തിന്റെ അപ്പം തന്നാലും ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആ നിലയിൽ നിന്നെ ഉപേക്ഷിക്കുന്നവനല്ല. അതിന്റെ അടുത്ത വാക്യം ഒന്ന് വായിക്കുമോ? ഒന്ന് വായിച്ചാട്ടെ. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ദാസന്മാരെ ഒരു വിടുതൽ ദൈവം തരും. എത്ര പേർക്ക് അവിശ്വാസമുണ്ട്? ഹാലിൽ എത്തിപ്പിടിക്കാവുന്ന നിലയിൽ അത് വന്നു കഴിഞ്ഞു എന്ന ആത്മാവിൽ ഞാൻ കാണുകയാണ്. ഒരു നിമിഷം ഏറ്റെടുക്കുന്നവർ കരങ്ങൾ അടിച്ച് ആമേ ഒന്ന് കർത്താവിന് മഹത്വം കൊടുത്തേ. ഓ, തലമുറയോടുള്ള ധൂത, കുഞ്ഞുങ്ങളോടുള്ള ധൂത, ദൈവത്തിന്റെ ദാസി, നിന്റെ കരച്ചിലിന്റെ ശബ്ദം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ എനിക്ക് അവിടെ ധ്യാനിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇതിനകത്ത് ദൈവം ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ദൈവം ചില റെമഡി, സൊല്യൂഷൻ പ്രതിഹാമെ ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതെന്താണെന്ന് നമ്മൾ വായിക്കാം. ഒന്നാം വാക്യം ഒന്ന് വായിച്ചേ. ഒന്നാം വാക്യം വായിച്ചേ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. ഒന്നാമത് ദൈവത്തിന്റെ പൈതൽ എന്ത് ചെയ്യണം? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. അടുത്തത്: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ. രണ്ടാമത് അവിടുത്തെ നാമത്തെ എന്ത് ചെയ്യണം? വിളിച്ചപേക്ഷിക്കണം. ഹല്ലേലൂയ, ആമേൻ. അടുത്ത വാക്യം, അടുത്ത ഭാഗം: അവന്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിക്കണം. കണ്ടോ? ഈ മൂന്നാമത് ദൈവത്തിന്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിക്കണം. ഓ, എത്ര പേർക്ക് അതങ്ങോട്ട് മനസ്സിലായി? ഹല്ലേലൂയ. ഇവിടെ വന്ന് പാട്ടുപാടി ദൈവത്തെ ആരാധിച്ച് അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ആമേൻ പോരാ. നീ അറിഞ്ഞ സത്യം ജാതികളുടെ ഇടയിൽ നീ പറയുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ നിന്റെ കുടുംബത്തിൻ്റെ ഉള്ളറയിൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ചില വിടുതലുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുക. സുവിശേഷത്തിൻ്റെ വ്യക്താവായിരിക്കണം നീ. ഒരുപക്ഷെ ട്രാക്റ്റ് ആയിരിക്കും നീ കൊടുക്കുന്നത്. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം നിന്റെ കാലിന് ചെരുപ്പാക്കണമെന്നുള്ള എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിലെ സർവായുധ വർഗങ്ങളിൽ ഒന്നാണെങ്കിൽ ജാതികളുടെ ഇടയിൽ അറിഞ്ഞ സത്യം വിളംബരം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നാലാമത് അതിന്റെ 2-ാം വാക്യം വായിച്ചേ. അവന് പാടുവിൻ. ആ ദൈവത്തിന് പാടുവിൻ. അടുത്തത്: അവന് കീർത്തനം പാടുവിൻ. കീർത്തനം പാടണമെന്ന് ദൈവത്തിന് പാടണം. നിന്റെ നാവ് കീർത്തനം പാടാൻ ഉപയോഗിക്കണം. പഴയ പാട്ടൊക്കെ കർത്താവിനെ രക്ഷിതാവായി അംഗീകരിച്ചതോടുകൂടി കഴിഞ്ഞു. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി. പഴയതിനോടെല്ലാം വിട പറഞ്ഞോണം. ഇനി പഴയ പാട്ട് വരരുത്. കർത്താവിന് പാടണം, അവന് കീർത്തനം ചെയ്യണം. ചുമ്മാ അതൊന്നും അനുഗ്രഹങ്ങൾ ലഭിക്കത്തില്ല. നാലാമത് 2-ാം വാക്യത്തിൽ കാണുന്നു, അവന് കീർത്തനം പാടണം. അടുത്ത ആ 2-ാം വാക്യം ഒന്നുകൂടെ. അവന് പാടുവിൻ, അവന് കീർത്തനം പാടുവിൻ, അവന്റെ സകല അത്ഭുതങ്ങളെയും. കണ്ടോ? 5-ാമത് അവിടുത്തെ അത്ഭുതങ്ങളെ കുറിച്ച് നീ സംസാരിക്കണം. എത്ര പേർക്ക് അത് മനസ്സിലായി? അത്ഭുതങ്ങളെ കുറിച്ച് സംസാരിക്കണം. ആമേൻ. നെഗറ്റീവായി പറയരുത്. നിനക്ക് രോഗം വന്നോട്ട് നീ നെഗറ്റീവായി പറയരുത്. ഈ രോഗം എന്നെ കൊണ്ടുപോകത്തേ ഉള്ളൂ എന്ന് നീ വാ കൊണ്ട് പറയരുത്. ദൈവത്തിന് സ്തോത്രം. പോസിറ്റീവായി പറയണം. ഈ രോഗക്കിടക്ക മാറ്റിവിരിക്കുന്ന ഒരുവനെയാ ഞാൻ സേവിക്കുന്നത് നീ പറയണം. നീ പറയുമ്പോൾ തന്നെ നിന്റെ രോഗം ദൈവം നീക്കിക്കളയും. നെഗറ്റീവ് പറയല്ലേ. ആമേൻ. സദൃശ്യവാക്യങ്ങളിൽ ഒരു വാക്യമുണ്ട്, 18-ാം അധ്യായം 21-ാം വാക്യം: ജീവനും മരണവും
നാവിന്റെ അധികാരത്തിലാ. അതിനെ അത് വായിച്ചാട്ടെ. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. അതിന്റെ ഫലം, നീ ഇഷ്ടപ്പെടുന്നത് എന്തോ, നിന്റെ വാ കൊണ്ട് നീ പറയുന്നത് എന്തോ, അതാ സംഭവിക്കുന്നത് കേട്ടോ. നിന്റെ രോഗത്തെ നീ പറയണം, നോക്കി പറയണം. നിന്റെ തലമുറയുടെ രോഗത്തെ നീ നോക്കി പറയണം. നിന്റെ മാതാവിന്റെ രോഗത്തെ നീ നോക്കി പറയണം. രോഗമേ വിട്ടുപോ. ആമേൻ, ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ മന്ദിരമാ. എന്റെ ശരീരം, എന്റെ കുഞ്ഞിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാ. ആ രോഗക്കിടക്ക മാറ്റിവിരിക്കുന്ന ദൈവം തൊടും നിന്നെ എന്ന് പറഞ്ഞ് നെഗറ്റീവായി പറയണം. ഹല്ലേലൂയ. നമുക്കറിയാം, ആമേൻ, ദൈവപുരുഷനായ മോശ ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് സംഖ്യാപുസ്തകത്തിൽ ഇങ്ങനെ ഒരു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ, 12 പേരെ ഉറ്റുനോക്കുവാനായിട്ട് അയക്കുകയാ. 12 പേരെ ഉറ്റുനോക്കുവാൻ, കനാൻ ദേശത്ത് ഉറ്റുനോക്കുവാൻ ദൈവത്തിന്റെ ആലോചന പ്രകാരം അയക്കുമ്പോൾ 40 ദിവസം അവര് കറങ്ങി നടന്ന് ഉറ്റുനോക്കി വന്നപ്പോൾ ആമേൻ 2 പേരൊഴികെ 10 ഭൂരിപക്ഷം പേരും പറയുന്നത് അതികായകന്മാരാണ് അവിടെ. അവര് നമ്മെ തിന്നുകളയും. അയ്യോ, വല്ലാത്ത രാജ്യം, നമുക്കെല്ലാം പോകാൻ പറ്റുകയില്ല. ഇന്നും അത് തന്നെയാ. ഭൂരിപക്ഷത്തിന്റെ കൂടെ ജനങ്ങൾ കൂടെ നിന്ന് ആമേൻ ആമേൻ മോശയ്ക്കും ആമേൻ യോശുവയ്ക്കും കാലേബിനും എതിരുമായി സംസാരിക്കുന്നു. എന്നാൽ ആമേൻ ദർശനത്തിൽ ദൈവത്തിന്റെ ആലോചനയിൽ പിടിച്ചു നിന്ന് ഹാലേബ് പറയുകയാ, യോശുവ പറയുക, ആ ദേശം നല്ലൊരു ദേശമാ, അത് നമുക്ക് യഹോവ തന്നിരിക്കുകയാ. ആ ദേശത്തെ നമ്മെ കൊണ്ടെത്തിക്കും. നിരാശയുടെ വാക്ക് പറഞ്ഞവർ, ആമേൻ ദുർവർത്തമാനം പറഞ്ഞവർ, നമുക്കറിയാം അവർ മരുഭൂമിയിൽ പട്ടുപോയി. എന്നാൽ ദുർവർത്തമാനം പറയാതെ, നിരാശയുടെ വാക്ക് പറയാതെ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ജയത്തിന്റെ പാട്ട് പറഞ്ഞവർ, ആമേൻ വാക്ക് പറഞ്ഞവർ എത്തി കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാ. ആമേൻ, നിരാശയുടെ വാക്ക് പറഞ്ഞവർ മരുഭൂമിയിൽ പട്ടുപോയി. ഹല്ലേലൂയ. ഭൂരിപക്ഷത്തിനോട് കൂടെ നിന്ന് പിറുപിറുത്തവർ മരുഭൂമിയിൽ പട്ടുപോയി. നമുക്ക് ദൈവം കനാൻ തന്നിരിക്കുകയാ. കനാനിൽ എത്തിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനാനെ ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര. ഹല്ലേലൂയ. ആമേൻ. അവിടെ മോശ പറഞ്ഞതനുസരിച്ച് പോയിട്ട് തിരിച്ചു വന്നവർ പറയുകയാ, ഭൂരിപക്ഷം പറയുകയാണ്, അവിടെ അതികായകന്മാരാണ് അവര്. ഓ ഹല്ലേലൂയ, മല്ലന്മാരാണ് എന്ന് വേണ്ട. നിരാശയുടെ ദുർവർത്തമാനം പറഞ്ഞോ. നമുക്കറിയാം അവരാരും അങ്ങ് എത്തിയില്ല കേട്ടോ. നമുക്കറിയാം സ്ത്രീകളെത്തി, കുഞ്ഞുങ്ങളെത്തി, 20 വയസ്സിന് താഴെയുള്ളവരൊക്കെ എത്തി. 20 വയസ്സിന് മുകളിലുള്ള ഗോത്രങ്ങളെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. സംഖ്യാപുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, ലേവ്യരെ എണ്ണിയില്ല, എന്നാൽ ഗോത്രങ്ങളിൽ നിന്ന് എണ്ണിയ 6 ലക്ഷത്തിൽ പരം ജനം. അവിടെ അവരിൽ 2 പേരെത്തി ചേർന്നു. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഇതൊരു നമ്മോടുള്ള മുന്നറിയിപ്പാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മെ കർത്താവ് അങ്ങ് അക്കരെ കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞെങ്കിൽ, വാക്ക് പറഞ്ഞവൻ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. മനുഷ്യൻ മറക്കുമെങ്കിലും ദൈവം മറക്കുന്നവനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പോൾ അവിടെ പറയുകയാണ്, അവിടുത്തെ അത്ഭുതങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. കാദേശ് മർനയിൽ നിന്നും ജനത്തെ 12 പേരെ അയച്ചിട്ട് 10 പേര് വന്ന് പറയുക നിരാശയുടെ വാക്ക്. ഇന്നും ഇത് തന്നെയല്ലേ ഭൂരിപക്ഷം പറയുന്നതാണ് ജനങ്ങൾ കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആമേൻ, ആമേൻ, സ്തോത്രം. ആമേൻ. 6-ാമത് അതിന്റെ 3-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. നമ്മുടെ സങ്കീർത്തനത്തിലെ സങ്കീർത്തനം 6-ാമത്, അവന്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പിൻ. ആമേൻ. ദൈവ പൈതലേ, അവന്റെ വിശുദ്ധ നാമത്തിൽ നീ എന്ത് ചെയ്യണം? പ്രശംസിക്കണമെന്ന്. ഹല്ലേലൂയ. നമുക്ക് പ്രശംസിക്കുവാൻ ദൈവത്തിൻ്റെ നാമത്തിന് മാത്രമേ ഉള്ളൂ. നമ്മളെ പ്രശംസിപ്പിക്കരുത്. ആമേൻ. ആ വാഴ്ത്തലും ഇതെല്ലാം കർത്താവിനങ്ങ് കൊടുത്തണം. ആമേൻ, ആമേൻ. ഞാൻ പറഞ്ഞത് നമ്മൾ മറന്നു പോകരുത്. ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ, കനാനിൽ എത്തിച്ചേരണമെങ്കിൽ ഈ സങ്കീർത്തനത്തിൽ ആദ്യത്തെ വാക്യങ്ങൾ മുതൽ ഒരു 10 കൂട്ടം കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ആമേൻ. 6-ാമത് 3-ാം വാക്യത്തിൽ കാണുകയാണ്, അവിടുത്തെ വിശുദ്ധ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രശംസിക്കണം. ദൈവത്തിന് മാത്രം പ്രശംസ കൊടുത്തോണേ. ഹല്ലേലൂയ. 7-ാമത് 3-ാം വാക്യം വീണ്ടും വായിച്ചാട്ടെ. അവന്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പിൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കണമെന്ന് എത്ര പേർക്ക് അത് മനസ്സിലായി? ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ ഹൃദയം എപ്പോഴും സന്തോഷിക്കണം. സന്തോഷിക്കണം, ഉല്ലസിക്കണം. സന്തോഷത്തിൻ്റെ പരിപൂർണത തരുന്നവനാണ് നമ്മുടെ കർത്താവ്. അങ്ങനെയുള്ള ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ഒരു പ്രത്യേകത, അവർ സന്തോഷിക്കുന്നവരായിരിക്കും.
ഹല്ലേലൂയ. ആമേൻ. 8-ാമത് 4-ാം വാക്യം വായിച്ചാട്ടെ. യഹോവയെയും അവന്റെ ബലത്തെയും തിരവിൻ. കണ്ടോ, യഹോവയെയും അവിടുത്തെ ബലത്തെയും എന്ത് ചെയ്യണം? തെരഞ്ഞുകൊണ്ടിരിക്കണം. യഹോവയെ തെരയണമെന്ന്, ബലത്തെ തെരയണമെന്ന്, ബലമില്ലാത്തവർക്ക് ബലം പകരുന്ന കർത്താവിനെ തെരയുമ്പോൾ ബലം തരുമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കുക മാത്രമല്ല, 4-ാം വാക്യത്തിൽ കാണുന്നു യഹോവയെ അവിടുത്തെ ബലത്തെയും തിരയണം. 9-ാമത് 4-ാം വാക്യം വീണ്ടും വായിച്ചാട്ടെ. യഹോവയെയും അവന്റെ ബലത്തെയും തിരവിൻ, അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പിൻ. അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിക്കണം. അന്വേഷിച്ചു കഴിഞ്ഞാൽ കണ്ടെത്തും തീർച്ചയായിട്ടും. ഇടവിടാതെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ കണ്ടെത്താൻ കഴിയത്തുള്ളൂ. ഇടവിടാതെ ദൈവത്തെ അന്വേഷിക്കുന്നവരെ, ഇടവിടാതെ കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ മുമ്പിൽ എപ്പോഴും കർത്താവ് ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. അത് സങ്കീർത്തനം 16:8 എന്താ വായിക്കുന്നത്? ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അങ്ങനെ വയ്ക്കണമെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കർത്താവിനെ കണ്ടെത്തുവാൻ കഴിയും. തേജോമയനായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-2 വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ച്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-2 വാക്യം. അബ്രഹാമിന് 99-ാം വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായ അവനോട്, ഞാൻ സർവശക്തനായുള്ള ദൈവമാകുന്നു, നീ എന്റെ മുൻപാകെ നടന്ന്. നീ എന്റെ മുൻപാകെ, നമ്മൾ പറഞ്ഞ മറക്കരുത്, കർത്താവിനെ മുൻപ് നിൽക്കുമ്പോൾ കർത്താവ് പറയാ ഞാൻ നിന്റെ മുൻപിലുണ്ട്, നീ എന്റെ മുൻപാകെ എങ്ങനെ നടക്കണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? നിഷ്കളങ്കനായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ വേണമെങ്കിൽ, കർത്താവിൻ്റെ വിടുതൽ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ ഇതാണ് അതിൻ്റെ റെമഡി, ഇതാണ് അതിൻ്റെ പരിഹാരം. കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ എങ്ങനായിരിക്കണം? അബ്രഹാമേ, നീ മുൻപാകെ നിഷ്കളങ്കനായിരിക്കണം. അടുത്തത്, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും. കണ്ടോ, എനിക്കും നിനക്കും മധ്യ ഒരു നിയമം സ്ഥാപിക്കുവാനുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം? നിഷ്കളങ്കനായി നടക്കണം. ഹല്ലേലൂയ. 10-ാമത് അതിന്റെ 6-ാം വാക്യം, സങ്കീർത്തനത്തിലേക്ക് മടങ്ങി 10 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 10-ാമത് 6-ാം വാക്യത്തിൽ അവിടെ കാണുന്നു, എന്താ വായിക്കാം? അവൻ ചെയ്ത അത്ഭുതങ്ങളും അവന്റെ അടയാളങ്ങളും, അവിടുത്തെ അടയാളങ്ങളും, അവന്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളണമെന്ന്. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തോണേ കേട്ടോ, മറന്നു പോകരുത്. അത്ഭുതങ്ങളും അടയാളങ്ങളും ഓർത്തോണേ, മറന്നു പോകരുത്. ഓർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കർത്താവിനെ നന്നായിട്ട് അങ്ങ് സ്നേഹിക്കുമ്പോഴാണ് ഇത് ഓർക്കാൻ കഴിയുന്നത്. അപ്പോൾ ലഭിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മറക്കരുത്. അപ്പോൾ തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ്റെ ന്യായവിധികളും ഓർത്തുകൊള്ളണം. മറന്നാൽ ദൈവസന്നിധി വിട്ടുപോകുവാൻ സാധ്യതയുണ്ട്, അശുദ്ധി കടന്നു വരാൻ സാധ്യതയുണ്ട്, വിശുദ്ധ ജീവിതത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? ന്യായവിധിയുണ്ട്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം പറയുന്ന വാക്കുകൾ കേൾക്കാതെ ഇരുന്ന് കളഞ്ഞാൽ ന്യായമായ വിധി തരും. അത് ചില അടി ചിലപ്പോൾ തരും. അത് കൊള്ളാതിരിക്കണമെങ്കിൽ നമ്മളെ തകർത്ത് കളയാനല്ല, അഭിഷക്തനെ ഒന്നും അഭിഷക്ത ദാസന്മാരെ തകർത്ത് കളയത്തൊന്നുമില്ല. ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് യോനയുടെ കാര്യമാണ്. ഹല്ലേലൂയ. യോന അഭിഷക്തനാണ്. നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ തർശീശിലേക്ക് പോയി. കപ്പല് മറിയാൻ പോകുകയാ, മുങ്ങാൻ പോകുകയാ. അവന് മനസ്സിലായി എന്നെ ഇതിൽ നിന്ന് എടുത്ത് വെള്ളത്തിൽ കളഞ്ഞെങ്കിലേ ഇവര് രക്ഷപ്പെടുകയുള്ളത്. അങ്ങനെ വെള്ളത്തിൽ കളഞ്ഞപ്പോൾ ദൈവം കൽപ്പിച്ചാക്കിയ തിമിംഗലം ഇവനെ വിഴുങ്ങി. ദൈവത്തിന് സ്തോത്രം. അഭിഷക്തനെ നശിപ്പിക്കാനല്ല കേട്ടോ, ഇവനകത്ത് തലപ്പാവ് പുല്ലുമൊക്കെ ആയിട്ട് ദൈവത്തോട് നെടുമ്പാടി വീണ് കരയുക. എവിടെ? തിമിംഗലത്തിന്റെ അകത്ത്. എന്നാലും നശിപ്പിച്ച് കളഞ്ഞില്ല. ഒരു പാഠമാ പഠിപ്പിച്ചത്. ഇതിങ്ങനെ അന്തർവാഹിനി പോലെ. ഇന്ന് അന്തർവാഹിനി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എൻ്റെ ദൈവം അന്തർവാഹിനി തിമിംഗലത്തെ എന്തോ സ്പീഡാണെന്നറിയാമോ? 3 രാവും പകലുമായിട്ട് നിനവയുടെ കരയ്ക്ക് കൊണ്ട് ഛർദ്ദിച്ചിടുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം തൻ്റെ ദാസനെ സുരക്ഷിതമായി കൊണ്ടെത്തിച്ചില്ലേ? ചാപിള്ള പോലെ ശരീരമൊക്കെ ആയെങ്കിലും അവിടെ ഒരു
പക്ഷേ എൻ്റെ വിചാരമാണ്, ആമേൻ, മീൻപിടുത്തക്കാരൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അത്ഭുതം കൂറുന്ന നിലയിൽ കണ്ടില്ലേ, അതുകൊണ്ടല്ലേ നിനവയിൽ പ്രസംഗിച്ചത്, അവർ ഏറ്റെടുത്തത്. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് വിവരിക്കണം, നിന്നെ തകർത്ത് കളയാനല്ല. ചില തട്ടലുകൾ, ചില ചെറിയ ചെറിയ തട്ടലുകൾ ജീവിതത്തിൽ അടിക്കുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. നമ്മയൊന്ന് പണിയാനാ, നമ്മയൊന്ന് ഒരുക്കിയെടുക്കാനാ എത്ര പേര് ദൈവസന്നിധിയിൽ ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തെറ്റിപ്പോകാതെ നമ്മളെ ഈ 10 കാര്യങ്ങൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ ദൈവം തൻ്റെ ജനത്തെ പരിപാലിക്കും. ഹല്ലേലൂയ. ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കും. ദൈവം തൻ്റെ ജനത്തെ അക്കരെ നാട്ടിൽ കനാനിൽ കൊണ്ടെത്തിക്കും. 8-ാം വാക്യം വായിച്ച്, 8-ാം വാക്യം. അവൻ തന്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളം ഓർക്കുന്നു. കണ്ടോ, നിയമം ദൈവം ചെയ്തു കഴിഞ്ഞാൽ മറക്കത്തില്ല. മനുഷ്യനായി പലപ്പോഴും മറക്കുന്നത്. ദൈവം ചെയ്യുന്ന വ്യവസ്ഥിതി ദൈവം മറക്കത്തില്ല. നിയമം തന്നെയാ. 10-ാം വാക്യം വായിച്ചേ. അതിനെ അവൻ യാക്കോബിന് ഒരു ചട്ടമായും ഇസ്രായേലിന് ഒരു നിത്യ നിയമമായും നിയമിച്ചു. നിത്യ നിയമമാണ്, കാലഗതി അനുസരിച്ച് മാറ്റുന്നതല്ല. ഇന്നാണെങ്കിൽ ചിലരൊക്കെ സാഹചര്യങ്ങൾ അനുസരിച്ച് ദൈവത്തിന്റെ നിയമത്തെ മാറ്റിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് ദൈവസന്നിധിയിൽ തെറ്റാണ്. ദൈവം തൻ്റെ നിയമം, ദൈവം ചട്ടങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിത്യ നിയമമാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 11-ാം വാക്യം വായിച്ചേ. നിന്റെ അവകാശത്തിന്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരും എന്ന് ഞാൻ നിനക്ക് എന്ത് തരും? കനാൻ ദേശം തരും. ഹല്ലേലൂയ. ആമേൻ. അവൾ അവിടെ അവകാശത്തിന്റെ ഓഹരിയായ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി ഞാൻ അപേക്ഷിച്ചു. പക്ഷേ അത് പത്രോസ് കണ്ടില്ല, ശിഷ്യന്മാർ കണ്ടില്ല. അദൃശ്യ മണ്ഡലങ്ങളിൽ എനിക്കും നിനക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവൻ ഇന്ന് പകൽക്കാലം ഉണ്ട്. എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ കഴിയും? പലപ്പോഴും ശത്രു എയ്ത അഗ്നി അസ്ത്രങ്ങൾ കൊള്ളാതിരുന്നത്, കൊള്ളാതിരുന്നത് നിന്റെ മിടുക്കല്ല, നിന്നെ സൂക്ഷിക്കുന്ന ഒരപ്പനുണ്ട്. ആരോടൊക്കെ ഇടപെടുക പലപ്പോഴായി നിന്നെ തടുത്തു കളയുവാൻ, നിന്നെ വീഴ്ത്തി കളയുവാൻ ശത്രു ശ്രമിച്ചതാ. എന്നാൽ അദൃശ്യ മണ്ഡലങ്ങൾ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടാ നീയും നിന്റെ തലമുറയും ജീവനോടിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നിർത്തേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താൻ പോവുകയാണ്. ഉയരത്തിലെ ബലത്തോട്, അഭിഷേകത്തോട് നമുക്ക് മുന്നേറാം. ആമേൻ. സ്തോത്രം. നിന്നെ തൊടുവാൻ ശത്രു എയ്തുവിടുന്ന തീയമ്പുകളൊന്നും നിന്റെ ദേഹത്ത് കൊള്ളാതെ നിന്നെ പരിപാലിക്കുന്ന ദൈവമുണ്ട്. ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. ഇതിൻ്റെ ആകത്തുകയെന്ന് പറയുന്ന കർത്താവിനെ അങ്ങ് സ്നേഹിക്കുക. സ്നേഹത്തിനകത്ത് കൽപ്പനകളും ഇതെല്ലാം, നമ്മൾ ആ 10 കൂട്ടം കാര്യങ്ങളെല്ലാം ഇതുണ്ട്. ഹല്ലേലൂയ. ഇതാണ് എനിക്ക് തന്ന സന്ദേശം. കർത്താവിൻ്റെ സന്നിധി ധ്യാനിച്ചപ്പോൾ ഇതാ കിട്ടിയത്. അതുകൊണ്ടാണല്ലോ പത്രോസിനോട് തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. യേശുപ്പച്ചനോട് നമുക്ക് തീരുമാനമെടുക്കാം. ഒരു നിമിഷം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞാട്ടെ. ശക്തിയോടൊന്ന് പറഞ്ഞാട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.